Carbohydrates. Carbohydrates are polyhydroxycarbonyl compounds, polyhydroxyaldehydes or polyhydroxyketones. Carbohydrates എന്ന് പറഞ്ഞാൽ polyhydroxycarbonyl compounds ആണ്. അതായത് ഒന്നിലധികം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉള്ള ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആണ്. ഇത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസോ ആണ്. A carbohydrate molecule is essentially a chain of several hydroxyl groups with terminal aldehyde or keto group. Those carbohydrates which contain aldehyde group are called aldoses and those which contain keto group are called ketoses. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് OH ഗ്രൂപ്പും ടെർമിനൽ ആയിട്ട് ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂളാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ള കാർബോഹൈഡ്രേറ്റിന് ആൽഡോസസ് എന്നും കീറ്റോ ഗ്രൂപ്പ് ഉള്ളതിന് കീറ്റോസസ് എന്നും പറയും. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പം അരാബിനോസ്, ഗ്ലൂക്കോസ്, മാന്നോസ്, ഗാലക്ടോസ്, ഇതെല്ലാം ആൽഡോസസിന് എക്സാമ്പിൾ ആണ്. എരിത്രോലോസ്, സൈലുലോസ്, ഫ്രക്ടോസ് ഇതൊക്കെ കീറ്റോസസിന് എക്സാമ്പിൾ ആണ്. എരിത്രോലോസ്, സൈലോസ്, ഫ്രക്ടോസ്. Then, based on molecular complexity, biologically important saccharides are classified into monosaccharides, oligosaccharides and polysaccharides. Carbohydrate ne saccharides എന്ന് കോമൺ ആയിട്ട് ഇപ്പോൾ വിളിക്കുന്നത്. മോളിക്കുലർ കോംപ്ലക്സിറ്റി അനുസരിച്ച് സാക്രൈഡ്സിന് മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Mono and oligosaccharides are usually sweet, soluble, colorless and crystalline compounds, readily soluble in water but insoluble in polar solvents. On the other hand, polysaccharides are mostly amorphous, tasteless and insoluble in water. Mono and oligosaccharides സാധാരണ സ്വീറ്റ് ആയിരിക്കും, soluble ആയിരിക്കും, കളർലെസ് ആയിരിക്കും ആൻഡ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സ് ആയിരിക്കും. പോളിസാക്രൈഡ്സ് ടേസ്റ്റ്ലെസ് ആയിരിക്കും, വാട്ടറിൽ ഇൻസോലുബിളും ആയിരിക്കും. മോണോസാക്രൈഡ്സ്. Monosaccharides are the simplest and monomeric carbohydrate with an empirical formula CH2O n times. Not all monosaccharides conform to this general formula. For example, deoxyribose has the formula C5H10O4 and glucosamine has the formula C6H13O5N. Further, lactic acid has the formula C3H6O3 even though it is not a carbohydrate. അപ്പം സിംപ്ലസ്റ്റ് മോണോമറിക് കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്രൈഡ്സ്. ഇതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്, CH2ON ടൈംസ്. പക്ഷെ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനും ഇത് തന്നെ ആവണമെന്നില്ല. ഇപ്പം ഡിയോക്സി റൈബോസിന്റെ ഫോർമുല C5H10O4 ആണ്. അപ്പൊ ഗ്ലൂക്കോസമീന്റെ ഫോർമുല നോക്കിയാൽ C6H13O5N ആണ്. ഇത് രണ്ടും ഈ പറഞ്ഞ CH2ON ടൈംസ് എന്ന ഫോർമുല ഫോളോ ചെയ്യുന്നില്ല. എന്നാൽ ഈ ഫോർമുല ഫോളോ ചെയ്യുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ് ആവണമെന്നില്ല. അപ്പം ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുല നോക്കി C3H6O3. ഇത് കാർബോഹൈഡ്രേറ്റ് അല്ല, പക്ഷെ CH2ON ടൈംസ് എന്ന ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ട്. The backbone of a monosaccharide is an unbranched single-bonded carbon chain. One of the carbon atom is double bonded to an oxygen atom to form a carbonyl group. Oxygen forms a double bond with the C1 ultimate carbon in aldoses but with C2 in ketosis. മോണോസാക്രൈഡ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ്
കാർബൺ ചെയിൻ ആണ്. ഇതില് ഒരു കാർബൺ ഓക്സിജൻ ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും. അതാണ് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാർബണും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഈ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡോസിസ് ആണെങ്കിൽ ഫസ്റ്റ് കാർബണിലായിരിക്കും. അതായത് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് O. അത് ആൽഡോസിസിൽ ഫസ്റ്റ് കാർബണിലും കീറ്റോസിസിൽ സെക്കൻഡ് കാർബണിലും ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ, ആൽഡോസിസ് ആർ റിഗാർഡഡ് ആസ് എ ഡെറിവേറ്റീവ് ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് ആൻഡ് കീറ്റോസിസ് ആസ് എ ഡെറിവേറ്റീവ് ഓഫ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. അതായത് സിംപിളസ്റ്റ് ഫോം ആണ്. അങ്ങനെ എല്ലാ ആൽഡോസിസും സിമ്പിൾ ഫോം ആയിട്ടുള്ള ഗ്ലിസറാൽഡിഹൈഡിന്റെ ഡെറിവേറ്റീവും എല്ലാ കീറ്റോസിസും ഡൈഹൈഡ്രോക്സി അസറ്റോണിന്റെ ഡെറിവേറ്റീവും ആണെന്ന് പറയാം. Monosaccharides usually have 3 to 7 carbon atoms and an aldehyde or ketone function. Based on the number of carbon atoms, monosaccharides can be classified into trioses, tetroses, pentoses, hexoses and heptoses. മോണോസാക്രൈഡിന് സാധാരണ 3 മുതൽ 7 ആറ്റം വരെ ഉണ്ടാവാം കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റത്തിന്റെ നമ്പർ അനുസരിച്ച് ട്രയോസസ്, ടെട്രോസസ്, പെന്റോസസ്, ഹെക്സോസസ് ആൻഡ് ഹെപ്റ്റോസസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മോണോസാക്രൈഡ്സ്. ഇൻ ജനറൽ, monosaccharides have 2 chemical properties, namely glycosidic bonding power and reducing power. മോണോസാക്രൈഡിന് 2 കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ജനറൽ ആയിട്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ് പവറും റെഡ്യൂസിങ് പവറും. Glycosidic bond is a covalent bond that joins together 2 monosaccharide units. It is formed by the dehydration condensation of the hydroxyl group of C1 of one monosaccharide unit with the hydroxyl group of the C2, C4, C6 of another monosaccharide unit with the elimination of H2O. So, the 2 monosaccharide unit will be bridged by an oxygen. 2 മോണോസാക്രൈഡ്സ് തമ്മിൽ കോവാലന്റ് ബോണ്ട് വഴി ബോണ്ട് ചെയ്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഡീഹൈഡ്രേഷൻ കണ്ടൻസേഷൻ വഴിയാണ്. അതായത് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഈ ബോണ്ടിങ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോസാക്രൈഡിന്റെ C1 അതായത് ഫസ്റ്റ് കാർബണും മറ്റൊന്നിന്റെ C2 അല്ലെങ്കിൽ C4 അല്ലെങ്കിൽ C6 ആയിട്ടായിരിക്കും. ഈ 2 മോണോസാക്രൈഡ്സിനെയും ബ്രിഡ്ജ് ചെയ്യുന്നത് ഒരു ഓക്സിജൻ ആയിരിക്കും. Repeated glycosidic bonding between simple sugars form complex carbohydrates. Complex carbohydrates form ചെയ്യും. The glycosidic bonds of complex sugars are readily hydrolyzed by acids, yielding their monosaccharide units. Hydrolyze ചെയ്ത് monosaccharide units ആക്കി മാറ്റാൻ പറ്റും. Based on the steric configuration at carbon 1, which is involved in glycosidic linkage, 2 kinds of glycosidic bonds can be recognized, namely alpha and beta glycosidic bonds. In the former, the OH attached to the C1 is above the plane of molecular ring, and in the later, it is below the plane. Carbon 1 steric configuration അനുസരിച്ച് carbon 1 ആണ് C1. C1 steric configuration അനുസരിച്ച് 2 തരം ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ഉണ്ട്. ഒന്ന് ആൽഫയും രണ്ടാമത്തത് ബീറ്റയും. ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ടില് C1 അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ്, ഇതാണ് C1 അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ് മോളിക്കുലാർ റിങ്ങിന്റെ പ്ലെയിനിന് മുകളിലായിരിക്കും. ബീറ്റയിലാണെങ്കിൽ അത് താഴെയായിരിക്കും. C1 അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ് മോളിക്കുലാർ റിങ്ങിന്റെ പ്ലെയിനിന്റെ മുകളിലാണെങ്കിൽ അത് ആൽഫ ഗ്ലൈക്കോസിഡിക് ബോണ്ടും താഴെയാണെങ്കിൽ അത് ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ടും ആയിരിക്കും.
Reducing power is the ability of some sugars to readily reduce some oxidizing agents such as hydrogen peroxide, ferric cyanide, ferric iron, cupric iron, Ag+, Hg++, and Bi3+, etc. Such sugars are called reducing sugar. In these reactions, the sugar gets oxidized at the carbonyl group and the oxidizing agent gets reduced. Reducing sugar can reduce copper from cupric to cuprous state, iron from ferric to ferrous state. The reducing property of sugars is of practical importance in Benedict's test and Felling's test for the detection of sugar in urine and blood. Reducing പവറിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചില ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും ഫെറിക് സയനൈഡും ഫെറിക് അയോണും കുപ്രിക് അയോണും പോലുള്ളതൊക്കെ റിഡ്യൂസ് ചെയ്യാനാവും. ഇവിടെ ഷുഗറിന്റെ കാർബണൈൽ ഗ്രൂപ്പ്, അതായത് C+O, അതിലാണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഓക്സിജൻ ആഡ് ചെയ്യപ്പെടും അതിൽ COO എന്ന് പറയുന്ന അവസ്ഥയിൽ. ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനുള്ള ബെനഡിക്ട്സ് ടെസ്റ്റ്, ഫില്ലിൻസ് ടെസ്റ്റിലൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെയുള്ള ഷുഗേഴ്സിനെ നമ്മൾ റിഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. ഗ്ലൂക്കോസ്. Glucose, also called dextrose, grape sugar or corn sugar, is sweet, water-soluble and crystalline monosaccharide having right-handed configuration and dextrorotatory properties. It is a polyhydroxyaldohexose with the empirical formula C6H12O6. ഗ്ലൂക്കോസിന് ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ഷുഗർ, കോൺ ഷുഗർ എന്നൊക്കെ പറയും. സ്വീറ്റ്, വാട്ടർ സോലുബിൾ ആൻഡ് ക്രിസ്റ്റലൈൻ മോണോസാക്കറൈഡ് ആണ് ഗ്ലൂക്കോസ്. ഹാവിംഗ് റൈറ്റ് ഹാൻഡഡ് കോൺഫിഗറേഷൻ ആൻഡ് ഡെക്സ്ട്രോറൊട്ടേറ്ററി പ്രോപ്പർട്ടീസ്. അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് C6H12O6. Glucose has 6 carbon atom, 5 hydroxyl groups and a free terminal aldehyde group. Since it has a free terminal aldehyde group, it is a reducing sugar. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 6 കാർബൺ ആറ്റം ഉണ്ടാവും, 5 OH ഗ്രൂപ്പും ഒരു ടെർമിനൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും. ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇത് റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇതിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള molecules എല്ലാനും ഇതിനെ reduce ചെയ്യാൻ കഴിയും. So it is a reducing sugar. Glucose can exist both in straight chain and cyclic or ring form. The cyclic form is a 6-membered ring called glucopyranose ring. In it, one carbon atom lies outside the ring and so an oxygen atom completes the ring. Glucose is a chiral molecule with 4 asymmetric carbon atoms. ഗ്ലൂക്കോസിന് 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഒന്ന് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടും രണ്ടാമത്തെ റിംഗ് അല്ലെങ്കിൽ സൈക്ലിക് ഫോം ആയിട്ടും. ഈ സൈക്ലിക് ഫോം എന്ന് പറയുന്നത് ഒരു 6-membered റിംഗ് ആണ്. അതില് ഗ്ലൂക്കോപൈറിനോസ് റിംഗ് എന്ന് പറയാം. ഇതില് ഒരു കാർബൺ ആറ്റം റിംഗിന്റെ പുറത്തായിരിക്കും കാണാം. ഉണ്ടോ? 6th കാർബൺ നോക്കിയാല് റിംഗിന്റെ പുറത്തായിരിക്കും കാണുന്നത്. ഫസ്റ്റ് കാർബണും 5th കാർബണിന്റെ ഓക്സിജനിലും ആയിരിക്കും ബൈൻഡിങ് നടക്കുന്നത്. ഫസ്റ്റ് കാർബൺ ആൻഡ് 5th കാർബണിന്റെ ഓക്സിജനിലുമാണ് ഈ റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു കൈറാൽ മോളിക്യൂൾ ആണ് വിത്ത് 4 asymmetric carbon atom. ഇതാണ് സ്ട്രക്ചർ. The biological roles of glucose. Glucose forms the immediate source of energy
for several metabolic functions. ഒരു immediate source of energy ആണ്. Then in higher animals, glucose is indispensable for the functioning of brain cells. Brain cellന്റെ functioning ഒക്കെ glucose ആണ് ആവശ്യം. Glucose forms storage products such as starch in plants and glycogen in animals, which serve as a rich source of reserve energy. Plantsile starch ഉം animalsile glycogen ഒക്കെ storage product ആയിട്ട് glucose ആണ് ഇവിടെ വരുന്നത്. Glucose forms the monomeric unit or the building block of cellulose to support plant body. Plants ന്റെ cellulose ഒരു monomeric unit ആണ് ഈ പറഞ്ഞ glucose എന്ന് പറയുന്നത്. In the human body, glucose forms an essential constituent of blood. So, a proper and a constant concentration of blood glucose is necessary for the proper functioning of the body. Blood ന്റെ ഒരു constituent ആണ്, പക്ഷെ ഒരു constant concentration ആവണം ഉണ്ടാവേണ്ടത്. Glucose produced by photosynthesis serve as the primary source of food and energy for most organisms. എല്ലാ organismത്തിന്റെയും primary source of food ആണ് glucose എന്ന് പറയുന്നത്. Next one, fructose. Fructose, also called fruit sugar or levulose, is a hexose sugar found abundantly in sweet fruits and honey. It is the sweetest of all natural common sugars. Its molecular formula is the same as that of glucose, but its structural formula is different from that of glucose. ഇതിനെ ഫ്രൂട്ട് ഷുഗറും അല്ലെങ്കിൽ ലെബുലോസ് എന്നൊക്കെ പറയും. തേനിലും പഴങ്ങളിലും ഒക്കെയാണ് കാണുന്നത്. ഒരു ഹെക്സോസ് ഷുഗർ ആണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് ആണ് എല്ലാ നാച്ചുറൽ കോമൺ ഷുഗറിലും സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ തന്നെ മോളിക്കുലർ ഫോർമുല ആയിരിക്കും, അതായത് C6H12O6 ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും. Isomers. Yeah. It exists in keto chain form and also in alpha and beta furanose and pyranose ring form. The keto chain formula, second carbon atomത്തിന്റെ അവിടെ carbonyl group, so it is a keto chain formula. Alpha and beta furanose and pyranose ring formula കാണാൻ പറ്റും. ഇതിൽ ഫ്യൂരനോസ് എന്ന് പറയുന്നത് 5-membered റിങ്ങും പൈറനോസ് എന്ന് പറയുന്നത് 6-membered റിങ്ങും ആണ്. Then oligosaccharides. Oligosaccharides are complex hydrolyzable polymers of 2 to 9 monosaccharide units linked together through glycosidic bond. Most oligosaccharides having 3 or more units do not occur freely but remain complexed with the non-sugar molecules, proteins and lipids, forming glycoconjugates, glycoproteins and glycolipids. 2 to 9 monosaccharide units glycosidic bond വഴി join ചെയ്തിട്ടുള്ള polymer ആണ് oligosaccharides എന്ന് പറയുന്നത്. ഈ oligosaccharides പലപ്പോഴും നോൺ ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കും. അതിന് ഗ്ലൈക്കോകോൺജുഗൻസ് എന്ന് പറയും. അതിൽ പ്രോട്ടീൻ ആണെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്നും ലിപ്പിഡ് ആണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നും പറയും. ഇതില് disaccharides are commonest one. The common oligosaccharides are disaccharides, trisaccharides and tetrasaccharides. Of these, disaccharides are the commonest one. The general formula is C12, H22 and O11. General formula is C12, H22 and O11. Then sucrose. Sucrose, commonly called the cane sugar or table sugar, is a sweet, water-soluble and crystalline and non-reducing disaccharide widely distributed in sugarcane, beetroot, pineapple, honey, fruits, etc. അപ്പം
സുക്രോസിനെ കോമൺ ആയിട്ട് കെയിൻ ഷുഗർ അല്ലെങ്കിൽ ടേബിൾ ഷുഗർ എന്നൊക്കെ പറയാം. സ്വീറ്റ് ആണ്, വാട്ടർ സോലുബിൾ, ക്രിസ്റ്റലൈൻ, നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ് ആണ്. ഈ സുക്രോസ് കാണുന്നതാണ് ഷുഗർ കെയിൻ, ബീറ്റ്റൂട്ട്, പൈനാപ്പിൾ, ഹണിയിലൊക്കെ. Sucrose is formed by the condensation polymerization of one molecule of sucrose and one molecule of fructose through glycosidic linkage. Sucrose എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്യൂൾ ഫ്രക്ടോസും പോളിമറൈസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ്. സോ രണ്ട് മോണോമറിക് ഫോം ആണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. The linkage is formed between the carbon of the aldehyde group of glucose and the carbon of the ketone group of fructose. Since the aldehyde and ketone groups are locked in the glycosidic linkage, sucrose is non-reducing. ഇവിടെ ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിന്റെ കീറ്റോൺ ഗ്രൂപ്പും തമ്മിലാണ് ലിങ്കേജ്. രണ്ട് ഫ്രീ അല്ല, അതുകൊണ്ട് സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. Fructose serve as a source of metabolic energy. ആണ്. In some plants such as sugarcane and beetroot, fructose forms a storage product and thus serve as a source of reserve energy. The storage product. The next one is maltose. Maltose or malt sugar or maltobiose is a colorless crystalline water soluble and reducing disaccharide found in starch and glycogen. It is formed of two glucose molecules which undergo condensation polymerization through alpha-1,4 glycosidic linkage. Maltose എന്ന് പറയുന്ന colorless crystalline water soluble and reducing molecule ആണ്. സ്റ്റാർച്ചിലും ഗ്ലൈക്കോജനിലും ഒക്കെ കാണാം, രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പോളിമറൈസ് ചെയ്താണ് ഈ മാൾട്ടോസ് ഫോം ചെയ്യുന്നത് ത്രൂ alpha-1,4 glycosidic linkage. ഈ ഹയർ അനിമൽസിൽ സ്റ്റാർച്ച് ഡൈജഷൻ കഴിഞ്ഞ് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ മാൾട്ടോസ് എന്ന് പറയുന്നത്. In maltose, the potential aldehyde group of glucose 2 is locked in the glycosidic linkage. On the other hand, the aldehyde group of glucose 1 is free and so it can reduce cupric ion to cuprous ion. So reducing ആവുന്നത് glucose 1, അതായത് ഫസ്റ്റ് ഗ്ലൂക്കോസിന്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ലിങ്കേജിൽ പങ്കെടുക്കാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. So it is a reducing sugar. In higher animals, maltose is the end product of the oral and intestinal digestion of starch by amylases. It is further hydrolyzed into glucose molecule by the intestinal enzyme maltase. Then polysaccharides. Polysaccharides or glycans are the most complex type of carbohydrate with the empirical formula C6H10O5 N times. They are hydrolyzable, long and unbranched or branched chain formed by the glycosidic linkage of many monosaccharide units. Polysaccharides containing amino sugars or their derivatives are called mucopolysaccharide. Usually, a polysaccharide molecule is formed of two or more monosaccharide units.
സോ പോളിസാക്കറൈഡ്സ് അല്ലെങ്കിൽ ഗ്ലൈക്കാൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് C6H10O5 N അമിനോ ഷുഗേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ മ്യൂക്കോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. സാധാരണ 10 അതിലധികമോ മോണോസാക്കറൈഡ് യൂണിറ്റ് ചേർന്നാലാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. പോളിസാക്കറൈഡ്സ് രണ്ട് മേജർ ഗ്രൂപ്പിലുണ്ട്, ഹോമോപോളിസാക്കറൈഡ്സും ഹെറ്ററോപോളിസാക്കറൈഡ്സും. ഹോമോ ആൻഡ് ഹെറ്ററോഗ്ലൈക്കൻസ്. The former is homopolysaccharides ആണ്. Former is composed of only one and the same kind of monosaccharide unit, whereas the later is formed of different kinds of units. ഈ ഹോമോപോളിസാക്കറൈഡ്സ് ആണെങ്കിൽ ഒരു ടൈപ്പ് മോണോസാക്കറൈഡ്സും ഹെറ്ററോപോളിസാക്കറൈഡ്സ് ആണെങ്കിൽ അത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോണോസാക്കറൈഡ്സും ഉണ്ടാവും. ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഡെക്സ്ട്രാൻ, കൈറ്റിൻ, കാലോസ്, ഇനുലിൻ എക്സെട്ര ആർ ഹോമോപോളിസാക്കറൈഡ്സ് ആണ്. പഠിക്കാനുള്ളത് സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ആണ്. ഇത് ഹോമോപോളിസാക്കറൈഡ്സ് ആണ്. സ്റ്റാർച്ച്. Starch is a storage form of plant polysaccharides, especially abundant in tubers, corms, etc. It contains two kinds of glucose polymers, namely alpha amylose and beta amylose. Or amylopectin. കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ കാണുന്ന സ്റ്റോറേജ് ഫോം ഓഫ് പോളിസാക്കറൈഡ് ആണ് ഈ സ്റ്റാർച്ച്. ഇതിൽ രണ്ട് തരത്തിലുള്ള ഗ്ലൂക്കോസ് പോളിമേഴ്സ് ഉണ്ട്, ആൽഫയും ബീറ്റയും. ആൽഫ അമൈലോസ് is the long unbranched and water soluble portion. It is formed of 100 to 300 glucose units linked together by alpha 1,4 glycosidic bonds. Amylopectin is the branching and a water insoluble portion formed of glucose unit linked through alpha 1,4 and alpha 1,6 glycosidic bonds. Alpha amylose long unbranched and water soluble portion ആണ്. 100 to 300 glucose units ഉണ്ടാവും. Linked together by alpha 1,4 glycosidic bonds ആണ്. Amylopectin ആണെങ്കിൽ branched water insoluble portion ആണ്. Linked through alpha 1,4 and alpha 1,6 glycosidic bond. Cellulose. Cellulose is by far the most abundant structural polysaccharide of plants and indeed the most abundant organic substance on earth. Cellulose is a linear, unbranched and water-insoluble structural polysaccharide found in the cell wall of plants. It is formed of beta-glucose unit, beta-D-glucopyranose units linked through beta-1,4 glycosidic bonds. Most abundant organic substance ആണ് cellulose. പ്ലാന്റ്സിന്റെ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ആണ്. beta-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ആൽഫ അമൈലോസും അമൈലോപെക്റ്റിനും സെല്ലുലോസും. ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ആൽഫ അമൈലോസിന്. പിന്നെ അമൈലോപെക്റ്റിന് ആൽഫ 1,4 ലിങ്കേജും ഉണ്ട്. ബ്രാഞ്ച് പോയിന്റ് ആയിട്ട് ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ടും ഉണ്ട്. 1,6 ബോണ്ട്. ദെൻ സെല്ലുലോസ് ആകുമ്പം beta-1,4 glycosidic bond.
Then biological functions of carbohydrates. First one, energetic function. Energetic function is exercised by glucose and reserve polysaccharides such as starch and glycogen. Reserve products are liable to fast cleavage to form glucose units which serve as an immediate source of energy. അതായത് ഗ്ലൂക്കോസ് മറ്റ് റിസർവ് പോളിസാക്രൈഡ്സും ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലൂക്കോസും മറ്റ് പോളിസാക്രൈഡ്സും. സോ പോളിസാക്രൈഡ് ക്ലീവ് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പം എനർജി റിലീസ് ചെയ്യാം. Supportive function. Supportive function is taken up by structural polysaccharides such as cellulose, hemicellulose, and pectic compounds in plants and by chondroitin sulfate in bone tissue. അതായത് പ്ലാന്റ്സിലെ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ കോമ്പൗണ്ട്സ് ഒക്കെ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സപ്പോർട്ടീവ് ഫംഗ്ഷൻ. Then protective function. Protective function is typical of acidic heteropolysaccharides. Their high viscosity and mucus-like consistency make them biological lubricants to protect cell surface, blood vessels, and urinogenital, digestive, and respiratory tracts from mechanical damages. Extracellular gel-like mucopolysaccharides impart mechanical strength to internal organs against compression and vibration. In aquatic plants, they provide strength and resistance against hydraulic shocks. The acidic heteropolysaccharides blood vessel അല്ലെങ്കിൽ സെൽ സർഫസിൽ ഡൈജസ്റ്റീവ് റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. Then structural function. They serve as extracellular structural materials and also as a biological cement. Example, hyaluronic acid. ചില acidic heteropolysaccharides extracellular structural materials ബയോളജിക്കൽ സിമെന്റും ഒക്കെ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഹൈലൂറോണിക് ആസിഡ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. Coenzymatic and anticoagulative functions. Acidic heteropolysaccharides such as heparin and heparin sulfate may serve as enzyme cofactors. Heparin has anticoagulative, prevents blood clotting, and anti-lipemic functions. Also decreases the level of blood lipids by stimulating their oxidation. In aorta and arteries, dermatin and sulfate also function as an anticoagulant. heparin sulfate ഒക്കെ enzyme cofactors ആണ്. അതായത് എൻസൈമിന്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ. ഇത് കൂടാതെ ഹെപ്പാരിൻ ഒരു ആന്റി കോയാഗുലേറ്റീവ് ആണ്. ബ്ലഡ് കട്ട പിടിക്കുന്നതൊക്കെ തടയും. ഹെപ്പാരിൻ ആന്റി ലിപ്പമിക് കൂടിയാണ്. ബ്ലഡിലുള്ള ലിപ്പിഡിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ ആണ്. Then hydroosmotic and ion regulating function. Acidic polysaccharides are highly hydrophilic and negatively charged. By virtue of these properties, they can retain large amount of water and cations. Hydroosmotic അതായത് acidic polysaccharides hydrophilic and negatively charged ആയതുകൊണ്ട് വാട്ടറും കാറ്റയോൺസും ഒക്കെ ശരീരത്തിൽ റിറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് biological functions of carbohydrates. So carbohydrates over.